ഹലോ, എൻ്റെ പേര് ശ്രീഹരി. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മൂവി റിവ്യൂ ആണ്. പക്ഷേ സിനിമ ഇറങ്ങിയിട്ട് ഏകദേശം 6 ദിവസത്തോളമായി. എന്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ലേറ്റ് ആയിട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സിനിമയെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് തന്നെയാണ്. അതിൽ ചിലപ്പോൾ പോസിറ്റീവ് ഭാഗങ്ങളും ഉണ്ടാകാം, ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടാവാം. അപ്പോൾ സിനിമയ്ക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഈ വീഡിയോയിലൂടെ ഉണ്ടാവരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം വളച്ചുകെട്ടലൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. മലയാളി ഫ്രം ഇന്ത്യ സിനിമ ഇറങ്ങിയത് മെയ് 1-ാം തീയതിയാണ്. ഞാൻ അന്ന് തന്നെ മൂവി കണ്ടിരുന്നു. പക്ഷേ സിനിമയെ പറ്റി കുറച്ച് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ 4-5 ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ഷൂട്ട് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സിനിമ കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ വാക്കിൽ ഇത് പറയാൻ പറ്റും. എനിക്കൊരു എബോവ് ആവറേജ് വാച്ചായിട്ട് മാത്രമേ ഫീൽ ചെയ്തിട്ടുള്ളൂ. ഒരു ഗുഡ് വാച്ച് അല്ലെങ്കിൽ ഒരു എക്സലൻറ്റ് അങ്ങനെ ഒരു കാറ്റഗറിയിലോട്ടൊന്നും സിനിമ എന്നെ കൊണ്ടുപോയില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് സിനിമയിൽ എനിക്ക് തോന്നിയ കുറച്ച് പോസിറ്റീവ് വശങ്ങളെ പറ്റി സംസാരിക്കാം. ആദ്യം തോന്നിയ ഒരു പോസിറ്റീവ് അതിൻ്റെ VFX വർക്കാണ്. സിനിമയിൽ അത്രയധികം ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എങ്കിൽ പോലും അവർ VFXന് കൊടുത്തിരിക്കുന്ന ആ ഇമ്പോർട്ടൻസ് അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവ്. ഇൻട്രോ സോങ്ങുമായിട്ട് ബന്ധപ്പെട്ടും കുറച്ച് ഭാഗങ്ങൾ അവർ VFX ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത് ആ ഒരു എലീനെ വെച്ച് ചെയ്തിട്ടുള്ള ഒരു VFX വർക്കാണ്. അതിൻ്റെ പെർഫെക്ഷൻ, അതിൻ്റെ ഒരു ക്ലാരിറ്റി, അതെല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ സെക്കൻഡ് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് സിനിമയുടെ മ്യൂസിക് ആണ്. അതിൽ പാട്ടുകളൊന്നും എനിക്ക് അത്രയധികം കണക്ട് ആയില്ല എങ്കിൽ പോലും ഫ്രം ദ സ്റ്റാർട്ടിംഗ് ടു ദ എൻഡ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചു. ചില സീനുകളുണ്ട്, ചില സിറ്റുവേഷൻസ് ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയാം. ആ സിറ്റുവേഷൻസിനെ മാക്സിമം ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ചില നല്ല ഭാഗങ്ങൾ എന്നതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ബോറിംഗ് ആയിട്ട് തോന്നിയ കുറേ ഭാഗങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ അത്യാവശ്യം സിനിമയെ ലിഫ്റ്റ് ചെയ്യുന്നതിന് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് പറയാനുള്ളത് ചില പെർഫോമൻസുകളാണ്. എസ്പെഷ്യലി അതിൽ പാകിസ്ഥാനിയായിട്ട് അഭിനയിച്ച ഒരു വ്യക്തി, അദ്ദേഹം ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ഒരാളല്ലായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകളൊന്നും നിലവിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിലുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിനെ തുടർന്നുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന് കൊടുത്ത ഭാഗങ്ങൾ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മഞ്ജു പിള്ള ചേച്ചി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ഒരു സാധാരണപ്പെട്ട ഒരു അമ്മയുടെ ഒരു ക്യാരക്ടർ എത്ര വൃത്തിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു അമ്മയുടെ ഫ്രസ്ട്രേഷൻ തയ്യൽ മെഷീനിലോട്ട് തീർക്കുന്ന കുറേ സീനുകളൊക്കെ ഉണ്ട്. പിന്നെ ചില ഒരു പീക്ക് സൗണ്ടിൽ സംസാരിക്കുന്ന ഭാഗങ്ങളാണെങ്കിലും മകനോടും അതുപോലെ തന്നെ ബാക്കിയുള്ളവരോടും പല പല ഘട്ടങ്ങളിലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ആണെങ്കിലും വളരെ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മഞ്ജു ചേച്ചിയുടെ ഡബ്ബിങ്ങും എടുത്ത് പറയണം, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി സ്ട്രൈക്ക് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പോർഷനും കൂടിയായിരുന്നു മഞ്ജു ചേച്ചിയുടെ ആക്ടിങ്ങും ഡബ്ബിങ്ങും. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ അവരുടെ ഒരു കൂട്ടുകെട്ടിൽ വന്ന കുറച്ച് പോർഷൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സലീമേട്ടന് 1-2 സീനുകളെ ഉള്ളെങ്കിൽ പോലും അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയത്തക്ക പെർഫോമൻസുകളൊന്നും തോന്നിയില്ല എങ്കിൽ പോലും അവർക്ക് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അത്യാവശ്യം ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് ഓരോരോ പെർഫോമൻസുകൾക്ക് സാധിച്ചിട്ടുണ്ട്. വിഷ്വൽസും എഡിറ്റിങ്ങും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒരു പച്ചപ്പ് ഭംഗിയൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ മരുഭൂമിയിലോട്ട് കടക്കുമ്പം അതിൽ അവർ ക്യാപ്ചർ ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് അവർ ഡീകോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നീട് ക്ലൈമാക്സിനോട് അടുത്ത് പറയുന്ന ഒരു പൊളിറ്റിക്സ് ഉണ്ട്. നമ്മളൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന, നമ്മളൊക്കെ എവിടെയോ പറയാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സബ്ജക്റ്റ് സിനിമയിൽ കൊണ്ടുവന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് മെയിൻ പോസിറ്റീവായിട്ട് എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇത്രയും പോസിറ്റീവ്സ് ഉണ്ടായിട്ടും എനിക്ക് എന്തുകൊണ്ട് സിനിമ ഒരു ആവറേജ് വാച്ചായിട്ട് ഫീൽ ചെയ്തു എന്ന് പറയാം. അതിൽ ചിലപ്പോൾ സ്പോയിലറായിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗം കാണാൻ ശ്രമിക്കുക. അതിലെ ഒന്നാമത്തെ നെഗറ്റീവ്, എനിക്ക് ഏറ്റവും നെഗറ്റീവായിട്ട് തോന്നിയൊരു ഭാഗമാണ് സിനിമയ്ക്ക് ഒരു തരത്തിലും എന്നെ ഇമോഷണലി കണക്ട് ആക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. സിനിമ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം, അവർ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഊന്നിപ്പറയാൻ ഉദ്ദേശിച്ച കാര്യം, അതിൽ ജസ്റ്റ് ഒന്ന് തൊട്ടുപോയൊരു ഫീല് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. കുറച്ചും കൂടെ ഡീപ്പായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്ലനേറ്ററി ആയിട്ട് പറയാൻ സാധിക്കുമായിരുന്നു. അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് എവിടെയും ഒരു ക്ലൂ തരാതെ ക്ലൈമാക്സിൽ മാത്രമാണ് അവർ പറയാൻ ശ്രമിച്ചത്. പിന്നെ കുറേ ലൈഫ് സിറ്റുവേഷനിലും കൂടെ കടന്നു പോയിട്ട് ഒരു അവിയൽ പരുവത്തിലാണ് അത് ട്രീറ്റ് ചെയ്തിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അത് നെഗറ്റീവായിട്ട് ഞാൻ പറയുന്നതല്ല. പക്ഷേ ഒരു സാധാ ഒരു സിനിമ പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മളെയൊക്കെ ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം പറയുന്നതും നമ്മളോട്ട് ഓട്ടോമാറ്റിക്കലി ആ കാര്യം എത്തിക്കുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ. എനിക്ക് ഇവിടെ ഫോഴ്സ്ഫുള്ളി ആയിട്ട് പറയുന്നതായിട്ടാണ് തോന്നിയത്. അത് ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയതായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സ്ഥലങ്ങളിൽ ലാഗ് അടിച്ചു. എസ്പെഷ്യലി അവർ ഹ്യൂമറായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതെനിക്ക് അത്രയധികം ഹ്യൂമർ കണക്റ്റ് ആയിട്ടില്ല. 1-2 സ്ഥലങ്ങളിൽ മാത്രം ഉള്ളിലൊരു ചിരി വന്നതല്ലാണ്ട് ബാക്കി അവർ ത്രൂ ഔട്ട് കുറേ കോമഡികളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും എന്നെ കണക്റ്റ് ആക്കിയില്ല. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ കൂട്ടുകെട്ട് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലൊരു തോന്നലുണ്ട് ഇവരിങ്ങനെ ഒരു സംഭവം വരുമ്പം അവരുടെ സേഫ് സോണിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു ഹ്യൂമർ തരും എന്നുള്ളത്. അതെനിക്ക് കിട്ടിയില്ല. ജെന്യുവിൻലി പറഞ്ഞാൽ എനിക്കത് കിട്ടിയിട്ടില്ല. അത് നല്ലപോലെ വർക്ക് ആവാത്തത് കൊണ്ട് തന്നെ ത്രൂ ഔട്ട് ഒരു 2.5-2.25 മണിക്കൂർ അടുത്തെങ്കിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ ഭൂരിഭാഗം സമയവും എനിക്കൊരു
ലാഗിങ് ഫീൽ ചെയ്തു. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, ഇടയ്ക്കുള്ള 1-2 സീനുകളുണ്ട്, എസ്പെഷ്യലി ഒരു മുത്തപ്പൻ്റെ സീനുണ്ട്. അതെനിക്ക് ഫോഴ്സ്ഫുള്ളി ആ ഒരു സംഭവങ്ങൾ പറയുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. അദ്ദേഹം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു ഫീൽ തോന്നി. അത് ഭയങ്കര കണക്റ്റിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ 1-2 സീനുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ജു ചേച്ചിയുടെയും അതുപോലെ തന്നെ ഈ മുത്തപ്പൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഉണ്ട്, ഷൈൻ ടോമിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഷൈൻ ടോമിൻ്റെ ഡയലോഗ് ഡെലിവറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും അദ്ദേഹം ഒരു കളക്ടറായിട്ടാണ് വരുന്നത്. ആ ഒരു കളക്ടർ അടുക്കും ചിട്ടയോടും കൂടെയാണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പക്ഷേ ഒരു ക്യാരക്ടർ അനുസരിച്ച് അദ്ദേഹം പെർഫോം ചെയ്യാത്തൊരു ഫീൽ തോന്നി. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കോമഡി ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എങ്കിൽ പോലും ഒരു കളക്ടർ ഒരു ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ എത്ര സ്പഷ്ടമായിട്ടും ചൂടായിട്ട് സംസാരിക്കണം നമുക്കറിയാം. ആ ഒരു ഡയലോഗ് ഡെലിവറി ഒരു ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് ഡെലിവർ ആയില്ല. പക്ഷേ ഷൈൻ ടോമിൻ്റെ ഒരു ക്യാരക്ടർ നല്ലതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് കുറച്ചും കൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ കുറച്ച് സീനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സിനിമയിൽ നിന്ന് തന്നെ പറയണം. ആ ഒരു സീനുകൾക്ക് വേണ്ടിയിട്ട്, ആ ഒരു സീനുകൾ കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെയോ സിനിമയിൽ ആഡ് ചെയ്തൊരു ഫീൽ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഈ 2.5-2.75 മണിക്കൂർ അല്ലെങ്കിൽ 2:37 ആണെന്ന് എനിക്ക് തോന്നുന്നു, 2 മണിക്കൂർ 37 മിനിറ്റ് ഉണ്ട്. ആ ഒരു സമയവും അവർ ഈ ഒരു 4 സീനിന് വേണ്ടി കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് കോമഡികളും അൺവാണ്ടഡ് ആയിട്ടുള്ള കുറച്ച് സീനുകൾ അവർ ആഡ് ചെയ്തൊരു ഫീൽ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആവാം സിനിമ എനിക്കൊരു എൻഗേജിങ് ആയിട്ട് എനിക്കൊന്ന് ആസ്വദിച്ച് കാണാൻ സാധിക്കാതിരുന്നതും. എന്നിരുന്നാൽ പോലും എനിക്ക് ഒരു സ്ഥലത്തും സിനിമ കണ്ടിട്ട് ഇറങ്ങി വരണം എന്നുള്ള ഫീലൊന്നും വന്നിട്ടില്ല. എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നി. ആ ശ്രമിക്കുന്നതിനിടയ്ക്ക് കുറച്ച് ലാഗ് ഉണ്ടെങ്കിൽ പോലും അവസാനം ഇത് എങ്ങനെയാകും എന്ന് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെയുള്ള പല സീനുകളെയും അതിനെ ലിഫ്റ്റ് ചെയ്തത് അതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊണ്ട് മാത്രമാണ്. ഫോഴ്സ്ഫുള്ളി ഒരു സംഭവം നമ്മളിലോട്ട് പറയുന്നതും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലോട്ട് പറയുന്നതും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതവർ പറയാനായിട്ട് പറഞ്ഞൊരു ഫീൽ എനിക്ക് തോന്നി. പിന്നെ ക്ലൈമാക്സിനോട് എടുത്തപ്പോഴാണെങ്കിലും അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം അത് എത്രത്തോളം റെലവൻ്റ് ആണെന്ന് നമുക്കുള്ള ഒരു ബോധ്യം ഉണ്ടെങ്കിൽ പോലും അതിലോട്ട് പൂർണ്ണമായിട്ട് നമുക്ക് എൻഗേജിങ് ആവാൻ സാധിച്ചില്ല. മാത്രമല്ല അത് വളരെ നീട്ടി ആ ഒരു ഭാഗങ്ങൾ കുറച്ചും കൂടെ അവർക്ക് ട്രിം ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങൾ കുറച്ചും കൂടെ അവർക്ക് കട്ട് ചെയ്തിട്ട് സ്പീഡിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാമായിരുന്നു. പക്ഷേ ഇമോഷണലി കണക്റ്റ് ആക്കേണ്ടതിൻ്റെ ഭാഗമായിട്ട് അവരത് കുറച്ച് ലെങ്തി ആയിട്ട് പറയുകയും അത് നമുക്ക് കുറച്ച് അരോചകം, കുറച്ച് ലാഗായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു. പിന്നീട് അവർ സിനിമയിൽ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം, മലയാളി അവരെവിടെ പോയാലും അവരുടേതായ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന ഒരു വർക്കിംഗ് പ്ലേസിൽ അവരുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല പലരുടെയും ലൈഫിൽ അവർ ഇൻസ്പയർ ചെയ്യും, അല്ലെങ്കിൽ പലർക്കും അതൊരു പ്രചോദനമാകും എന്നൊക്കെയാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. ഇന്ത്യക്കാരൻ എന്നല്ല, വേറെ ഏത് നാട്ടിലെ ആളാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിലൊരു കരുണ, ഒരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് മലയാളിക്ക് പെർട്ടിക്കുലറായിട്ട് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷെ അത് മലയാളി ചെയ്തതിൽ എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട്. ഇതുകൊണ്ടൊക്കെ ആവാം എനിക്ക് സിനിമ ഒരു ആവറേജ് വാച്ചായിട്ട് മാത്രം തോന്നിയത്. ഇതെൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. എനിക്ക് സിനിമ കണ്ടതിന് ശേഷം തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. ഇതെല്ലാവർക്കും അങ്ങനെ തന്നെ ആവണം എന്നില്ല. എന്നിരുന്നാൽ പോലും സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ചിലപ്പോൾ ഒരു ഫാമിലി ഓഡിയൻസിന്, ഫാമിലി മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മൂവി കണക്റ്റ് ആയിട്ടുണ്ടാവാം. പക്ഷേ അവർ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ആ തീമിനനുസരിച്ചുള്ള ഒരു സ്റ്റോറി അവർക്ക് ഡെവലപ്പ് ചെയ്യാനോ എക്സിക്യൂട്ട് ചെയ്യാനോ സാധിച്ചില്ല എന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന മൂവി കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ ഈ മൂവി കണ്ടവരാണെങ്കിൽ മൂവി കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണം. അതുപോലെ തന്നെ സിനിമ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കുക. ഒന്ന് ട്രൈ ചെയ്യുക. എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ് അത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ സിനിമ കാണാത്തവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാൻ പറയുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.